അബൂ ഹുറൈറ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ കിതാബിൻ്റെയും ശത്രുവാണെന്ന് ഹസ്രത്ത് ഉമർ ഫാറൂഖ് പറഞ്ഞത് എത്രമാത്രം സത്യവും അർത്ഥവത്തുമായിരുന്നുവെന്ന് നിരന്തര ഗവേഷണങ്ങളിലൂടെയും ദീർഘിച്ച നിരീക്ഷണങ്ങളിലൂടെയും പഠിച്ചു മനസ്സിലാക്കാൻ അവസരം തന്ന അള്ളാഹുവിന് ആയിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മൗലവി ചേകന്നൂർ അബൂ ഹുറൈറയുടെ തനിനിറം എന്ന ഗ്രന്ഥം അവസാനിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം സൂചിപ്പിച്ചുവല്ലോ. അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ കിതാബിൻ്റെയും ശത്രുവാണ് അബൂ ഹുറൈറ എന്ന് ഖലീഫ ഉമർ ഫാറൂഖ് പറഞ്ഞിട്ടുണ്ടെന്നത് നാം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നൊരു പ്രസ്താവനയാണല്ലോ. അബൂ ഹുറൈറയെപ്പറ്റി കുറേയൊക്കെ പഠിക്കുകയും അബൂ ഹുറൈറയുടെ ഈമാൻ പോലും ശരിയല്ലെന്ന് ഖുർആനിലൂടെ ശരിക്കും ബോധ്യപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് മഹാനായ ഹസ്രത്ത് ഉമറിൻ്റെ മേൽപ്രസ്താവന തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്നതിനാൽ തനിക്കല്പം പോലും ഞെട്ടലുണ്ടായില്ലെന്നു മാത്രമല്ല, അബൂ ഹുറൈറയെപ്പറ്റി താൻ രൂപീകരിച്ച അഭിപ്രായത്തിന് ഈ സമുദായത്തിലെ ഏറ്റവും പ്രഗത്ഭനും സത്യസന്ധനുമായിരുന്ന ഹസ്രത്ത് ഉമറിനെ തനിക്കൊരു ഇമാമായി കിട്ടി എന്നറിഞ്ഞപ്പോൾ തൻ്റെ സന്തോഷത്തിനതിരില്ലാതായിപ്പോയി എന്ന് ചേകന്നൂർ പറയുന്നു. ഖുർആൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ പഠിച്ചു മനസ്സിലാക്കിയതും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായതുമായ രണ്ട് സാക്ഷി സിദ്ധാന്തം, പിന്തുടർച്ചാ നിയമം, വൈവാഹിക നിയമം, ആരാധനാ നിയമങ്ങൾ, മറ്റു സാമ്പത്തിക രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ മുതലായ പലതിലും നബിക്കു ശേഷമുള്ള തൻ്റെ ഏറ്റവും വലിയ ഇമാം ഹസ്രത്ത് ഉമർ ഫാറൂഖാണെന്ന കാര്യം സാഭിമാനം മൗലവി രേഖപ്പെടുത്തുന്നു. അബൂ ഹുറൈറയുടെ തനിനിറം എന്ന പുസ്തകം ആസ്പദമാക്കി കൂടുതൽ കാര്യങ്ങൾ വരും എപ്പിസോഡുകളിൽ തുടരുന്നതാണ്. ചെറിയൊരിടവേള വന്നെങ്കിലും തുടർന്ന് ഈ ചാനൽ വീണ്ടും സജീവമാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇനിയും വരിക്കാരായിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.